മുഅ്മിനീങ്ങളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹി ഇറക്കുന്നത്. അതുവരെ അതുപോലത്തെ യാതൊരു അനുഭവമില്ലാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വരവും ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് ഖുർആനിനെ ഓതിക്കേൽപ്പുകയും ഇങ്ങനൊരു സന്ദർഭം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. പെട്ടെന്ന് പേടിച്ചുപോയി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇനി മുന്നോട്ടുള്ള വിഷയം എന്താണെന്നും പെട്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വിഷമിച്ച് ഹിറായിൽ നിന്ന് ഇറങ്ങി തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് മുത്തനബിക്ക് ഏറ്റവും വലിയൊരു അത്താനി ഖദീജ ബീവിയായിരുന്നു. എല്ലാവിധത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന ഭാര്യയാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലുള്ള ഈ അനുഭവം പങ്കിടാനും അത് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഖദീജയാണ്. അവരടുക്കൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുതിയപ്പോൾ അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ എത്തുകയാണ്. അവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയാണ്, സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, എനിക്ക് വല്ലാത്ത പേടിയാകുന്നുണ്ട്, എനിക്ക് പുതപ്പിട്ട് മൂടുക, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്ത് ഒരു ഉമ്മയെപ്പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യങ്ങളൊക്കെയും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്താ നബിയെ, ഇത്രമാത്രം നിങ്ങൾ ഭയപ്പെടാനും വല്ലാത്തൊരു വെപ്രാളത്തിലാണല്ലോ നിങ്ങൾ, എന്ത് സംഭവിച്ചു? അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് വിവരിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും അവിടെ നിന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ച ആ പുതിയൊരു അനുഭവങ്ങളൊക്കെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഒരു പുതിയ അനുഭവമായതുകൊണ്ട് മുത്തനബിക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഖദീജ ബീവി വേണ്ടതുപോലെ നല്ല ധൈര്യത്തോടു കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനപ്പെടുത്തുകയാണ്. അവിടെ സമാധാനപ്പെടുത്തുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹു പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. ആ വാക്കുകളെ ഓർമ്മപ്പെടുത്താനാണ് ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സമാധാനപ്പെടുത്തുന്ന സമയത്ത് എന്തൊക്കെയോ മുത്തുനബിയുടെ മദ്ഹുകൾ പറഞ്ഞിട്ട് ഇല്ലാത്തതൊക്കെയും പറയുകയൊന്നുമല്ല. മുത്തുനബിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, മുത്തുനബിയുടെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ച് മുത്തുനബിയെ 100% മനസ്സിലാക്കിയ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് നിങ്ങൾ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഖൈറല്ലാതെ നല്ലതല്ലാതെ ഒരിക്കലും വരികയില്ല എന്ന രീതിയിൽ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് ഖദീജ ഉമ്മ പറയാണ്, ലാ വല്ലാഹി മാ യുഖ്സിഖല്ലാഹു അബദ, ഓ നബിയെ അവിടെ നിന്നൊന്നും ബേജാരാകണ്ട, ഒന്നും വിഷമിക്കേണ്ട, ഒന്നും വരാൻ പോകുന്നില്ല, ഖൈറല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങളെ റബ്ബ് ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾക്ക് നല്ലതേ അവൻ കൊണ്ടുവരികയുള്ളൂ. കാരണം ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് കുടുംബബന്ധം ചേർത്തവരാണ് നിങ്ങൾ. അപ്പോൾ കുടുംബബന്ധം ചേർത്തവർക്ക് ഒരിക്കലും നല്ലതല്ലാതെ ഖൈറല്ലാതെ വരികയില്ല. കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ വലിയ ശ്രദ്ധ വഹിച്ച ആളാണല്ലോ നബിയെ, അതല്ലേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ കുടുംബബന്ധത്തിനെ തകർക്കുകയോ
അല്ലെങ്കിൽ ഹസദ് വെക്കുകയോ അവരോട് പിണങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ പേടിക്കേണ്ടത്. നിങ്ങൾ ആ വിഷയത്തിൽ എല്ലാ വിധത്തിലും വിജയിച്ചവരല്ലേ. അതുകൊണ്ടാണ് ഖദീജ ഉമ്മ പറഞ്ഞത്, അതേ നിങ്ങൾ നല്ല കുടുംബബന്ധം ചേർത്ത ആളാണല്ലോ നബിയെ, പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം. രണ്ടാമതായി അവിടുന്ന് ഖദീജ ബീബി പറയാണ്, വതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചവരാണല്ലോ നബിയെ. ഇക്കാലം വരെ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ, ഓരോരോ നിമിഷം എടുത്തു നോക്കിയാൽ എവിടെ പാവപ്പെട്ടവരുണ്ട്, എവിടെ വിഷമിക്കുന്നവരുണ്ട്, അവിടെയെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയിട്ടുണ്ട്. വേണ്ടതുപോലെ തന്നിലാകുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ നബിയെ, പിന്നെന്തിനു പേടിക്കണം. ഇത്തരക്കാർക്ക് നല്ലതല്ലേ വരികയുള്ളൂ, ഇത്തരക്കാർക്ക് ഖൈറല്ലാതെ ഒരിക്കലും അല്ലാഹു ഉദ്ദേശിക്കുകയില്ല. മൂന്നാമതായി അവിടുന്ന് പറയുന്നു, വതഖ്സിമുൽ മഅദൂമ, അഗതികളെ, യതീമക്കളെ, അതേ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ, അതേ ആരും നോക്കാനില്ലാത്ത കാലഘട്ടത്ത് അത്തരക്കാരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ സമയങ്ങളിലെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടതുപോലെ അവരെ സഹിച്ചവരാണല്ലോ നബിയെ, പിന്നെന്തിന് നിങ്ങൾ പേടിക്കണം. ഒരിക്കലും നിങ്ങൾ അല്ലാഹു കൈവിടുകയില്ല. വീണ്ടും പറയാൻ വതഖരിയുല്ലൈഫ, അതേ വിരുന്നുകാരെ വേണ്ടതുപോലെ നിങ്ങൾ സൽക്കരിച്ച ആളാണല്ലോ. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയമാണല്ലോ വിരുന്നുകാരെ സൽക്കരിക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധ വഹിച്ച ആളാണല്ലോ നബിയെ, പിന്നെന്തിന് നിങ്ങൾ പേടിക്കണം. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രയോ മുസീബത്തുകൾ, എത്രയോ ആക്ഷേപങ്ങൾ, എത്രയോ കഷ്ടപ്പാടുകളൊക്കെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയും വേണ്ടതുപോലെ സഹിച്ച് അതൊക്കെയും റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കാം എല്ലാവിധത്തിലും പാകപ്പെട്ട ആളാണല്ലോ നബിയെ, പിന്നെന്തിന് അങ്ങ് പേടിക്കണമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് സമാധാനപ്പെടുത്തുകയാണ്. ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയം, അതേ മുത്തുനബി നല്ല സ്വഭാവക്കാരനാണ്. മുത്തുനബിയുടെ നല്ല വിഷയങ്ങൾ കേവലം നാട്ടുകാർ മാത്രമല്ല, കേവലം മറ്റുള്ള സ്വഹാബാക്കൾ മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവിക്ക് തന്നെ 100 വാക്കുകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഭർത്താവിനെ കുറിച്ച് ഒരു ഭാര്യയ്ക്ക് അത്രമാത്രമൊന്നും പറയാൻ ഉണ്ടാവില്ല. കാരണം ഒരു ഭർത്താവ് ചിലപ്പോൾ നാട്ടുകാർക്ക് നല്ല ആളായിരിക്കാം, അയൽവാസികൾക്ക് നല്ല ആളായിരിക്കാം, കൂട്ടുകാർക്ക് നല്ല ആളായിരിക്കാം. പക്ഷേ ഭാര്യയെ മുമ്പിൽ അവനൊരു നല്ല മനുഷ്യനാകണമെന്നില്ല. ഒരു ഭർത്താവിൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയവൾ അത് ഭാര്യയാണ്. ആ സമയത്താണ് ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവനൊരു നല്ല മനുഷ്യൻ തന്നെയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വേണ്ടതുപോലെ എത്രയോ വാക്കുകൾ, എത്രയോ സംസാരങ്ങൾ ഖദീജ ബീവിക്ക് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതേ മുത്തുനബി വളരെ ഏറ്റവും വലിയൊരു വിഷമിക്കുന്ന, എന്നെ സമാധാനപ്പെടുത്തൂ ഖദീജ എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിൽ വന്ന് സമാധാനം തേടുന്ന സമയത്ത് അവിടെ നിന്ന് ഖദീജ ബീവി സമാധാനിപ്പിക്കുന്നത് എന്തൊക്കെയോ കളവുകൾ പറഞ്ഞിട്ടൊന്നല്ലല്ലോ. അതേ മുത്തുനബിയുടെ ജീവിതത്തിൻ്റെ ഓരോരോ നന്മകൾ എടുത്തുകൊണ്ടും മുത്തുനബി അതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ടും ഖദീജ ബീവി അവിടെ നിന്ന് സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും അല്ലാഹു കൈവിടുകയില്ല, പരാജയപ്പെടുത്തുകയില്ല എന്ന രീതിയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനപ്പെടുത്തുകയാണ്. എവിടെയാണ് മനസ്സിലാക്കേണ്ടത്, എത്രമാത്രം ഒരു നല്ല ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയെന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അവിടുത്തെ സ്വഭാവങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം നോക്കണം. അതാണ് മുത്തുനബിയോടുള്ള ഹുബ്ബ്, മുത്തുനബിയോടുള്ള ഇഷ്ക്. അതായിരിക്കണം നമ്മുടെ ജീവിതം.
മുത്തുനബിയെ നാം മാതൃകയാക്കി ജീവിക്കാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.